ഈ ഡിജി യാത്ര ആക്ച്വലി ഭയങ്കര യൂസ്ഫുൾ ആണ് കേട്ടോ. ആ ക്യൂ നൈസായിട്ട് നമ്മൾ സ്കിപ്പ് ചെയ്ത് അകത്ത് കയറി. കുറച്ച് നടന്നപ്പോഴത്തേക്ക് ആള് ഛർദ്ദിച്ചൊരു പരുവായി. പിന്നെ വീൽ ചെയർ സെറ്റാക്കി അതിലായി യാത്ര. കണ്ട കഷ്ടം, പാവത്തിന് വയ്യ. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഛർദിലും മാത്രം, വെള്ളം പോലും ഇറക്കാൻ പറ്റുന്നില്ല. ഫ്ലൈറ്റിന് സമയം എങ്ങനെയൊക്കെയോ അവളെ പൊക്കിയെടുത്ത് ഫ്ലൈറ്റിൽ എത്തിച്ചു. ആക്ച്വലി ഇത് അവളുടെ ഫസ്റ്റ് ഫ്ലൈറ്റ് ആണ്, പക്ഷെ ഇത് എൻജോയ് ചെയ്യാനുള്ള ഭാഗ്യം അവൾക്ക് കിട്ടിയില്ല. എന്നാലും അവിടെ ഇവിടെ ചില്ല് ചെയ്ത് ഞാൻ ഓരോ കാര്യങ്ങളും കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. ആക്ക് എങ്ങനെയെങ്കിലും ഒന്ന് വീട്ടിലെത്തിയാൽ മതി. നമ്മൾ തിരിച്ച് വിസ്താരയുടെ ഫ്ലൈറ്റ് ആയിരുന്നു ബുക്ക് ചെയ്ത്. കാരണം ഇന്ത്യക്കാര് വെള്ളം പോലും തന്നില്ല. അങ്ങനെ സീറ്റ് ബെൽറ്റ് ഇട്ട് സീറ്റിലിരുന്ന് ട്യൂഷൻ ക്ലാസ്സും കേട്ടു. ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യാൻ തുടങ്ങി. ആൾക്ക് തലകറക്കവും ഛർദിലും മാത്രം. ഒരു വിധത്തിൽ എങ്ങനെയൊക്കെയോ 4 മണിക്കൂർ തള്ളിക്കളഞ്ഞു. ഇപ്പൊ മനസ്സിലായോ എന്തിനാ വിസ്താര എടുത്തേന്ന്? ഇതിന്റെ പേര് എനിക്കറിയത്തില്ല, പക്ഷെ കഴിക്കാൻ കൊള്ളായിരുന്നു. ഇവിടെ ഫുൾ ടൈം ഛർദിലായതുകൊണ്ട് എനിക്ക് കഥ പറയാൻ ആരെങ്കിലും വേണ്ടായോ. അതുകൊണ്ട് അപ്പുറത്തിരുന്ന കൊച്ചിക്കാരിയായി ഈ ചേച്ചിയുടെ കൂടെ കമ്പനിയായി. ബാഗ് എടുത്ത് അവർക്ക് വീൽ ചെയർ സെറ്റ് ചെയ്ത് കൊടുത്തു. പുറത്ത് 1 മാസം മുമ്പ് ഓൾ ഇന്ത്യ ട്രിപ്പിന് യാത്ര അയച്ച അവളുടെ അമ്മ, അതായത് എന്റെ കുഞ്ഞമ്മ കാത്തിരിപ്പുണ്ടായിരുന്നു. പിന്നെ ആഴ്ചകൾക്ക് ശേഷം കാണുന്ന എന്റെ സ്നേഹപ്രകടനം വേറെ. എന്തായാലും അവളെ ഡൽഹിയിൽ നിന്ന് നാട്ടിലെത്തിക്കേണ്ട എന്റെ ദൗത്യം ഞാൻ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. ഫോളോ